ഗൈസ്, അപ്പം നമ്മൾ പറഞ്ഞ കേക്ക് ഇതാ ഇവനാണ്. കണ്ടോ കണ്ടോ, 3 ലെയർ 4-5 ലെയറായിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഫുൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സംശയമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം വീഡിയോ കാണാം. അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഗുടുഗുടുന്നാവുന്നുണ്ട്. ഓക്കെ, ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ടാങ്കിൻ്റെ ആയിട്ടുണ്ട്, നമ്മുടെ പാലിൻ്റെ ആയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഒഴിക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കട്ട പിടിക്കും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്തു. കണ്ടോ, രണ്ടും ഏറെക്കുറെ ഒരു ജെല്ലി ടൈപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചും കൂടി നല്ലത് അച്ഛാ. സംസാരിക്കും ഈ കാര്യങ്ങളൊക്കെ. ലാസ്റ്റത്തെ ലെയർ ഓറഞ്ചും കൂടി പോവുകയാണേ. കണ്ടോ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു നോക്കാം. അച്ഛാ പറയൂ. ഒരു ജെല്ലി കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ. വളരെ സിമ്പിൾ. ഒരു ഗ്ലാസ് പാലുണ്ട്, ഒരു ഗ്ലാസ് പാല്, കോൺഫ്ലവർ ഉണ്ട്, കോൺഫ്ലവർ, പഞ്ചസാര, ഇത് നമ്മൾ വാനില എസൻസ്, ടാങ്ക് നമ്മൾ വെള്ളം കലക്കുന്ന പൊടി. ഓക്കെ, വെള്ളം. ഓക്കെ, ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? എന്താ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിലേക്ക് എന്ത് വേണം, ഇതിലേക്ക് എന്ത് വേണം, രണ്ട് സെറ്റായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഉണ്ടാക്കാൻ വേണം. ഒരേ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കും വേണം അല്ലേ. അപ്പോൾ ഒരേ സമയത്ത് 2 കുക്കിംഗ് നടക്കണം. അമ്മയ്ക്ക് കൊടുത്തു. ഓക്കെ ഓക്കെ, ആ അപ്പൊ യുദ്ധം ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പ്രോസസ്സായിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം ആദ്യത്തെ പരിപാടി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. അപ്പൊ ഇങ്ങനെ ലേഔട്ട് ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ ആണ്, ഇത് കോമൺ ആണ്. പഞ്ചസാര, കോൺഫ്ലവറും വാനില എസൻസും കോമൺ ആണ്. ഓക്കെ ഓക്കെ, ഇതും സെപ്പറേറ്റ് ആയിട്ട് വേണ്ടതല്ലേ. ഇത് വേറെതായിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കണം. ഇത് നമ്മൾ പാല് ഇതിലും. ഓക്കെ, അപ്പൊ എന്നാൽ നമുക്ക് തുടങ്ങാം. പെട്ടെന്ന് ഉണ്ടാക്കി വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ, സിമ്പിൾ ആയിട്ട്. അപ്പൊ ഞാൻ ഇതിൽ പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പാൽ ആഡ് ചെയ്തു. ഇനി നമ്മൾ പഞ്ചസാര അതിൻ്റെ പകുതി ആഡ് ചെയ്യും. പഞ്ചസാര 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓക്കെ, അല്ലാണ്ട് ഷുഗർ. ഓക്കെ, ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മൾ കോൺഫ്ലവർ അല്ലേ. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് പോകുന്നുണ്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അത് മിക്സ് ചെയ്ത് വെക്കും അല്ലേ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. അതേമാതിരി തന്നെ അതിൽ വേറെ സെക്ഷൻ മാക്സിമം കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വെള്ള നിറത്തിലുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഇത് പുഡിങ്ങിൻ്റെ. ഇത് കോൺഫ്ലവർ, മിൽക്ക്, പഞ്ചസാര, വാനില എസൻസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളമാണ് പാലിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ പാലൊഴിച്ചു, രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ വെള്ളം ഒഴിച്ചു. ഓക്കെ, അതേമാതിരി ഒരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ടാങ്ക് ഇട്ടണം കേട്ടോ. ഓക്കെ, 2 ടേബിൾ സ്പൂൺ ടാങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. 1, ഓക്കെ, 2. ബാക്കി വെച്ചിട്ട് നമ്മൾ വെള്ളം കലക്കി കുടിക്കും. അതേ മയത്തിന് ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ വാനില എസൻസ് വരില്ലേ? വാനില എസൻസും വരും, കോൺഫ്ലവറും വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ കോൺഫ്ലവർ ഇതിലും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ കോൺഫ്ലവർ ഇതിലും ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഇത് കട്ടയാവുള്ളൂ.
ഓക്കെ, കട്ടയാവാൻ വേണ്ടി നമ്മൾ കോൺഫ്ലോർ ആഡ് ചെയ്തു. ഇനി ഒരു 2 ഡ്രോപ്പ് നമ്മൾ വാനില എസൻസ് അല്ലേ? ഓക്കെ ചിലർ ഒന്നിലേ ആഡ് ചെയ്യുള്ളൂ, രണ്ടിലും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വാനില എസൻസും ആഡ് ചെയ്തു. ഇനി മിക്സിങ് നടക്കാൻ പോകുന്നത്. രണ്ടും രണ്ട് കളറാണ്. എന്നിട്ട് ഇതിൻ്റെ ബാക്കി പരിപാടി കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞങ്ങൾ രണ്ടും ഇളക്കി എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ടാങ്കിൻ്റെ ആയിട്ടുണ്ട്, നമ്മുടെ പാലിൻ്റെ ആയിട്ടുണ്ട്. അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാനുള്ളത്. ഓക്കെ, ഒരേ സമയം ചൂടാക്കിയിട്ട് ഒരേ സമയം നമ്മൾ ഈ വെസലിൽ ഒഴിക്കണം. ഓക്കെ, അപ്പോൾ കുക്കിംഗ് കാണിച്ചു തരാം. കുക്കിംഗ് സ്റ്റാർട്ട്. ആദ്യം നമ്മൾ ഒഴിക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിഭാഗം കട്ട പിടിക്കും. നമ്മൾ ഒഴിച്ചു. അച്ഛൻ ഒഴിക്കുന്നില്ലേ? ഒഴിക്കുക കേട്ടോ. ഓക്കെ, ഒഴിച്ചു. ഇനി നമ്മൾ രണ്ടുപേരും സ്റ്റൗ ഓൺ ആക്കാൻ പോവാണ്. സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി കുക്കിംഗ് ആണ്. പെട്ടെന്നാവും കേട്ടോ, നിങ്ങൾ അധികം കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്നാവും. ഇപ്പം നമ്മൾ ചെറുതായിട്ട് കുക്ക് ചെയ്തെടുത്തു. കണ്ടോ, രണ്ടും ഏറെക്കുറെ ഒരു ജെല്ലി ടൈപ്പ് ആയിട്ടുണ്ട്. അമ്മേൻ്റെ ആണല്ലോ കുറച്ചും കൂടി നല്ലത് അച്ഛാ. ഞാൻ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കും ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് വിക്കാണെന്ന് പറയുന്നു. വിക്കൊന്നുമില്ല, കൊഞ്ഞ. അതൊന്നുമല്ല, ഉടായ്പ പറയുന്നതാ. അടിപൊളിയായാലോ രണ്ടും. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഇത് ഒഴിക്കാൻ പോവാണ്. ഞാൻ 2 സ്പൂൺ ഒഴിക്കും, കുട്ടികൾ 1.5 സ്പൂൺ ഒഴിച്ചാൽ. ഓക്കെ, ഇത് ആ സ്പൂൺ എടുത്തോളൂ. അതെ, ഞാൻ ഒഴിക്കുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ടില്ല, ഞാൻ പറയാം. ഫസ്റ്റ് ലെയർ അച്ഛൻ ഒഴിക്കുന്നുണ്ട്. ആ, പരത്തണം. അത് മേളിൽ ഒന്നൊന്ന് അങ്ങനെ ആക്കിയാൽ മതി. ഓക്കെ, അടുത്തേക്ക് വെച്ചോളൂ. അടുത്തത് വെള്ളം ഒഴിച്ചു. ഒന്ന് പരത്തിയാൽ മതി. ഒരു സ്പൂൺ മതി. ഇനി അടുത്തേക്ക് 2 സ്പൂൺ. ഓക്കെ, ഇത് കാണരുത്. നമ്മൾ ടോട്ടലി നമ്മൾ ഔട്ട്സൈഡ് നോക്കുന്ന സമയത്ത് വെറും ഓറഞ്ചിന്റെ ഒരു ഉണ്ടയായിട്ടാണ് തോന്നുക. ഓക്കെ, മുറിക്കുന്ന സമയത്തെ നമുക്ക് വെള്ളം കാണുള്ളൂ അല്ലേ? ഒഴിച്ചോ, കുറച്ചും കൂടി ഒഴിച്ചോ. അതെ, അതായത് ഇത് ഷെയറായി വരുമ്പോൾ നമുക്ക് ഒന്ന് പരത്തിക്കോളൂ. കൂടി പരത്തിക്കോളൂ. മാക്സിമം പരത്താൻ പറ്റുന്ന രീതിയിൽ പരത്തിക്കോളൂ. സൈഡിലേക്ക് ആവാത്ത രീതിയിൽ. കുറച്ചും കൂടി ഒഴിക്കാൻ വേണമെങ്കിൽ. അതെ, കുറച്ചും കൂടി ഒഴിക്കാം. അതെ, മതി. ഇനി അച്ഛനൊഴിച്ചോളൂ. ഞാൻ ഒഴിക്കാം. അച്ഛനത് ഫുള്ള് ഒഴിച്ചോളൂ. കുട്ടീൻ്റെ മേലെ ഒരു ലെയറും കൂടി വേണം അല്ലേ? ഓക്കെ, അച്ഛൻ ഒഴിച്ചു. ഇനി അത് മൊത്തമായിട്ട് അമ്മ ഒഴിച്ചോളൂ. കുട്ടി മൊത്തം ഒഴിച്ചോളൂ കേട്ടോ. ആ ചുവപ്പുകൊണ്ട് വടിച്ചോളൂ അമ്മ, അതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ മൊത്തം കിട്ടില്ല. ഓക്കെ, വെള്ള ലാസ്റ്റ് ലെയറാണ് പോകുന്നത്. ഇത് മൊത്തം ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആവും. നമ്മുടെ ലാസ്റ്റത്തെ ലെയർ ഓറഞ്ചും കൂടി പോവുകയാണേ. കണ്ടോ, ഒരു കോഴിമുട്ട പോലെ ഇല്ലേ വെള്ളയും. എനിക്ക് കരിങ്കണ്ണൊന്നുമില്ല. ഇല്ല, കറക്റ്റ് അല്ലേ? ഒരു കോഴിമുട്ടയുടെ വെള്ളയും ഓറഞ്ചും മുറിക്കുമ്പോഴും അതുപോലെ ആവട്ടെ. മുറിക്കുമ്പോൾ നമുക്കിങ്ങനെ ലെയർ ആയിട്ട് കിട്ടും അല്ലേ? നല്ല രസത്തിൽ കിട്ടും. ഓക്കെ, അപ്പം ഇത് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രിഡ്ജിൽ വെക്കാൻ പോകും അല്ലേ? ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. സാധാരണ താഴത്തെ 2 മണിക്കൂർ. അച്ഛൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അച്ഛൻ്റെ കയ്യിൽ നിന്ന് പ്ലേറ്റും ഇതൊക്കെ വാങ്ങിയിട്ട് ഒരാൾ കഴുകാൻ കൊണ്ട് അപ്പപ്പോ അതെ, പ്ലേറ്റ് ഒക്കെ ഇവിടെ നിന്ന് പോകുന്നുണ്ട്, ഒക്കെ അങ്ങോട്ട് കഴുകാൻ പോവാ. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ നമ്മുടെ ഓറഞ്ച് ലെയറും വെള്ള ലെയറും മൊത്തം ആക്കിയിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഓറഞ്ച് മാത്രമേ കാണുള്ളൂ. പക്ഷേ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കട്ട് ചെയ്യുമ്പം വെള്ളയും കൂടി കാണുക. നല്ല ഭംഗിയാട്ടോ ഇത് കാണാൻ. ഓക്കെ, അപ്പോൾ ഇത് എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കണം? 2 മണിക്കൂർ നമ്മൾ നോർമൽ ടെമ്പറേച്ചർ ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ, സാധാ താഴെ. ഓക്കെ, എന്നിട്ട് 2 മണിക്കൂറിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അതെ, കാണാനും ഭംഗിയാണ് 2 ലെയർ ഉള്ളതുകൊണ്ട്.
ഓക്കെ, അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഫ്രിഡ്ജിൽ വെച്ചോ. ഈ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ. ഇനി ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് ആക്കാൻ പോവാണ്. കത്തിയൊക്കെ വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് മറിച്ചിട്ടോളൂ. പ്ലേറ്റ് അടുത്തേക്ക് വെക്കാം. പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് അതാ. ഓക്കെ, ഇതാ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതാ കണ്ടോ, നല്ല ഭംഗിയില്ല കാണാൻ. എന്നാൽ കട്ട് ചെയ്തോളൂ. ആദ്യം സെൻറ്ററിൽ ഒരു ഫുൾ കട്ട് ചെയ്തോളൂ. അതാകുമ്പോൾ നമുക്ക് ആ ലെയർ കാണിക്കാമല്ലോ. ഓപ്പൺ ആക്കും. ആയിക്കൊള്ളാം. ഇനി ഇത് സെൻറ്ററിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്തോളൂ. നമുക്ക് 3 പീസാക്കിയിട്ട് മതി. ചെറിയ പീസ് മതി. 1 2 കണ്ടോ. ഇനി അത് നമ്മൾ കത്തിയിലെടുത്തിട്ട് കാണിച്ചു തരാം. ഗുളുഗുളുന്നുണ്ട് കയ്യിൽ. അതാ കണ്ടോ. ഇനി ഇത് കഴിക്കാൻ പോവാണ്. ഇത് രണ്ടാളും എടുത്തോളൂ, ഓരോരോ പീസ്. ഇങ്ങനെ എടുത്തോളാം. ഓക്കെ, അത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ഗുടുഗുടുഗുടുന്നാവുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് കണ്ടോ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് തിന്നാൻ ബുദ്ധിമുട്ടാ. എന്നാലും കഴിച്ചോളൂ. എങ്ങനെയുണ്ടെന്ന് പറയൂ. അടിപൊളി. അടിപൊളി. മക്കളൊക്കെ അങ്ങനെ മുഖത്തൊക്കെ ആണോ. അത് ഞാൻ ഈ മൊബൈൽ പിടിക്കുന്നതുകൊണ്ടാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. അടിപൊളി അടിപൊളി. കുട്ടികൾക്കൊക്കെ ഈ ടാങ്കിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കുണ്ടല്ലോ, നല്ല രസമുണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഒന്ന് ഇതൊന്ന് തിരിക്കൂ, അതിൻ്റെ ലെയർ കാണിച്ചു കൊടുക്കട്ടെ ഉള്ളിൽ. കമാൺ, കണ്ടോ. ഓറഞ്ച് വെള്ള, ഓറഞ്ച് വെള്ള, ഓറഞ്ച് വെള്ള, ഓറഞ്ച്. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഒന്ന് നിങ്ങൾ രണ്ടാളും ചെയ്യാൻ പറഞ്ഞോളൂ. എല്ലാവരും ചെയ്ത് നോക്കാം. പെട്ടെന്ന് കുട്ടികളുടെ വീട്ടിലെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട. അതെ അതെ, ഭയങ്കര ഇഷ്ടപ്പെടും. അതെ, പെട്ടെന്ന് പരിപാടി തീരും. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒഴിക്കുന്ന സമയത്ത് കുറച്ച് ടാങ്കും കോൺഫ്ലവറും ഉണ്ടായാൽ ഏത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതെ, ചെറിയ കുട്ടികൾ വാരി തെച്ചൊക്കെ തേച്ചിരിക്കും മുഖത്ത്. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈസി പരിപാടിയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് സാധനം തീരും. ഇവിടെ കുട്ടികൾ 100% ഉറപ്പാണ്. അതെ, നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. വീട്ടിലൊക്കെ ഉണ്ടാക്കിയ കുട്ടികളുടെ വീട്ടിലുണ്ടാക്കിയ തികയില്ല. അവർ റെഡി ആയിക്കോളും. അതെ, അപ്പോൾ ഞങ്ങളിത് നിങ്ങൾ വീഡിയോ കട്ട് ചെയ്തതിനു ശേഷം ഞങ്ങളിത് തീർക്കുന്നതാണ്. അത് ഇത്തിരി ഭംഗിയിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ മുഖത്തൊക്കെ വാരിത്തേച്ച് തിന്നും. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ പറഞ്ഞോളൂ. ബൈ ബൈ ഗൈസ്, ബൈ ബൈ. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണം. ഈസി പരിപാടിയാണ്, നല്ല ടേസ്റ്റ്.